ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ താരനിരയൊന്നും ഇല്ലാതിരുന്നിട്ടും നല്ലൊരു സ്ക്രിപ്റ്റും സംവിധാനവും മികച്ച മേക്കിങ്ങും BGM-ഉം അഭിനയിച്ചവരുടെ പ്രകടനവും എല്ലാം കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത ഗോളം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സിനിമയുടെ പേരിനെ കുറിച്ച് നോക്കാം. ഈ ഗോളം എന്ന ചിത്രത്തിന്റെ പേരിന് സിനിമയിലൂടെ തന്നെ നമുക്ക് രണ്ട് നിർവചനങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതിലൊന്നാമത്തത്, സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗോളത്തെ പറ്റി 2 ലൈനുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത്, മിക്ക ഇൻവെസ്റ്റിഗേഷൻ കേസുകളിലും സത്യം എന്നത് ഒരു സ്ഫിയർ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഗോളം പോലെയാണ്. അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ ഷാർപ്പ് എഡ്ജസ് ഒന്നും കാണില്ല എന്നാണ്. അതായത് മിക്ക ഇൻവെസ്റ്റിഗേഷൻ കേസുകളിലും ഈ സത്യം എന്നത് പെട്ടെന്ന് വെളിവാകുന്ന കാര്യമാണ്. അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ മറകളൊന്നും കാണില്ല എന്നാണ്. ഇനി രണ്ടാമത്തേത് നോക്കിയാൽ ഈ സിനിമയിൽ ഒരു റെഡ് വൈറസ് അല്ലെങ്കിൽ HMV വൈറസ് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു ലാബിനെ പറ്റി കാണിക്കുന്നുമുണ്ട്. ഈ ലാബിന്റെ രൂപം ഒരു അർദ്ധഗോളമായിട്ടാണ്, ഗോളത്തിന്റെ പകുതിയായിട്ടാണ്. ഇതിന്റെ ഒരു ചെറിയ മോഡൽ ഈ ഒരു മർഡർ നടക്കുന്ന ഓഫീസിലും ജോണിന്റെ ഓഫീസ് മുറിയിൽ വെച്ചിരിക്കുന്നതായും കാണാം. സോ ഈ ചിത്രത്തെ 2 പാർട്ടായിട്ട് അവർ അവതരിപ്പിക്കാൻ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ 2 വില്ലന്മാരുള്ളത് കൊണ്ട്, ഒന്നാമത്തെ വില്ലന്റെ മരണവും ഒന്നാമത്തെ ചിത്രവും അർദ്ധഗോളമായിട്ടും രണ്ടാമത്തെ ചിത്രവും അതിലൂടെ വരുന്ന രണ്ടാമത്തെ വില്ലന്റെ മരണവും ആ ഗോളത്തിന്റെ മറുഭാഗമായിട്ടുമാണ് വരുന്നത്. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഗോളം പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്ന പകുതി സത്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത് പോലെ ആ ഒരു സ്ഫിയർ രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്ന രീതിയിലാകാം ഈ ഗോളം എന്ന പേര് തന്നെ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത്, സിനിമയുടെ പകുതിയോട് അടുക്കുമ്പോഴാണ് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ക്രൈമിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും പലതരം ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതായി കാണിക്കുന്നത്. എന്നിരുന്നാലും സിനിമയുടെ തുടക്കത്തിൽ ഇവരെല്ലാം വളരെ ഹാപ്പിയായി ഓഫീസിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്ന ആ സമയത്ത് തന്നെ ഇവർ ഒരുങ്ങുന്ന ഇവരുടെ ടേബിളിന് മുകളിലായി ഇവർ യൂസ് ചെയ്യുന്ന മരുന്നുകളും, അതിൽ മിക്കവർക്കും തലവേദന ഉള്ളതുകൊണ്ട് ഒരേ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സെയിം ബാം തന്നെ യൂസ് ചെയ്യുന്നതായിട്ടും പലതരം ഓയിൽമെന്റുകൾ യൂസ് ചെയ്യുന്നതായിട്ടും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർ ഓഫീസിൽ വന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ അതിൽ സമയമായി കൊടുത്തിരിക്കുന്നത് 9:11 എന്നാണ്. ഇതിന് കാരണം പിന്നീട് സിനിമയിൽ തന്നെ പറയുന്നുണ്ട് 9:15 വരെ ഇവർക്ക് ലോഗിൻ ചെയ്യാൻ ടൈം ഉണ്ടെന്ന്. സോ ഇങ്ങനെ 9:15 അടുത്തൊരു സമയത്താണ് ഇവർ ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ 9:11 കൊണ്ട് കാണിച്ചിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു 9:11 തന്നെ സെലക്ട് ചെയ്തത്? അവർക്ക് വേണമെങ്കിൽ 9:10, 9:12, 13, 9:14 അങ്ങനെ ഏത് സമയം വേണമെങ്കിലും, 9:15 അടുത്ത് നിൽക്കുന്ന ഏത് സമയം വേണമെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ 9:11 എന്ന് തന്നെ സെലക്ട് ചെയ്തത്? അതിലൊരു വലിയ ബ്രില്യൻസ് ഒളിച്ചു കിടപ്പുണ്ട്. അതായത് ഈ 9:11 അല്ലെങ്കിൽ 9/11 എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതാണ്. ട്വിൻ ടവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരേപോലെയുള്ള 2 കെട്ടിടത്തിലെ ഒരെണ്ണം തകർക്കപ്പെടുന്നതാണ്. സോ ഈ 9:11 എന്ന സമയം കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിലെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വാൾപേപ്പറിലും ഇതുപോലെ ഒരു കടലിൽ നിൽക്കുന്ന 2 ഉയർന്ന പാറക്കെട്ടുകളെ നമുക്ക് കാണാം. ഇത് ആ ട്വിൻ ടവേഴ്സിന്റെ ഒരു റെഫറൻസ് ആണ്. ഇനി സിനിമയുടെ മെയിൻ തീമിലേക്ക് വന്നാലോ, അമേരിക്കയെ ബേസ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന 2 ദുഷ്ടന്മാരായിട്ടുള്ള ശക്തികൾ, അതിൽ ഒരാളെ ഇവരെല്ലാം ചേർന്നുകൊണ്ട് തകർക്കുന്നതാണ്. സോ ഈ ഒരു കാര്യമാണ് 9/11 എന്നുള്ള ആ ഒരു ടൈം വെച്ചുകൊണ്ടും ആ 2 പാറക്കെട്ടുകളിലൂടെയും ഇതുപോലെ അമേരിക്കയിൽ നടന്നിട്ടുള്ള ആ ഒരു ട്വിൻ ടവേഴ്സിലെ ഒരെണ്ണം തകർക്കപ്പെടുന്നത് പോലെ ഈ സിനിമയിലെയും 2 ശക്തികളിൽ ഒരെണ്ണം തകർക്കപ്പെടുന്നു എന്ന് കാണിക്കുന്ന വിധമാണ് ഈ ഒരു വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം അവർ ഉൾപ്പെടുത്തിയിരുന്നത്. മറ്റൊന്ന്, ദിലീഷ് പോത്തൻ അവതരിപ്പിച്ചിട്ടുള്ള ജോൺ എന്ന കഥാപാത്രം ബാത്റൂമിൽ തലയിടിച്ച് വീണ് മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുന്നത് കൊണ്ടാണ് അയാൾ ബോധം മറിഞ്ഞ് പുറയിലേക്ക് വീഴുന്നതെന്ന് വ്യക്തമാണ്. എന്നിരുന്നാലും അയാളുടെ വീഴ്ച അയാളുടെ തലയിൽ വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് പോലെ സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാർ ആ ഒരു സ്ഥലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ജോൺ വീണിട്ടുള്ള ആ ടൈലിന്റെ തൊട്ടടുത്ത് തന്നെ വലിയ 2 പൊട്ടലുകൾ കിടക്കുന്നതായി കാണാം. സോ ഇത് അയാളുടെ ആ വീഴ്ചയുടെ ആഘാതത്തെ വ്യക്തമാക്കുന്നതാണ്. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ അരുൺ എന്ന വ്യക്തിയുടെ കാറിലായി ആ ഡോക്ടറിന്റെ കൊച്ചുമകൾ വരച്ചിരിക്കുന്ന ലോലിപോപ്പിന്റെ ചിത്രം പോലീസ് ഓഫീസർ കാണുകയും അങ്ങനെ പോലീസ് ഓഫീസർ വന്നുകൊണ്ട് അരുണിന്റെ ഫോൺ കൊണ്ടുവരാൻ പറയുകയും അവിടെയുള്ള ലേഡി കോൺസ്റ്റബിൾ അരുണിന്റെ ഫോൺ ഏതാണെന്ന് ചോദിക്കുകയും അരുൺ എന്ന കഥാപാത്രം MIയുടെ ബ്ലൂ കളർ ഫോൺ ആണെന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ ഈ പോലീസ് ഓഫീസർ ആ ഫോൺ പരിശോധിക്കുകയും കുറച്ച് സമയത്തിന് ശേഷമാണ് അത് അരുണിന്റെ ഫോൺ അല്ല എന്ന് ലേഡി കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്.
എന്നാൽ ഇതിവർ വന്ന് പറയുന്നതിന് മുന്നേ തന്നെ അത് അരുണിന്റെ ഫോണല്ല, അതിൽ അവർക്ക് തെറ്റ് പറ്റിയെന്ന് നമ്മളെ കാണിച്ചിരുന്നു. അതായത് ഈ പോലീസ് ഓഫീസർ ആ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ സാംസങ്ങിന്റെ കുറെ ആപ്പുകൾ കിടക്കുന്നതായി കാണാം. ആ അരുൺ എന്ന കഥാപാത്രം വ്യക്തമായി പറയുന്നുണ്ട് MIയുടെ ബ്ലൂ കളർ ഫോൺ ആണെന്ന്. സോ ഇങ്ങനെ ഈ ആപ്പുകൾ, സാംസങ്ങിന്റെ ആപ്പുകൾ കാണിച്ചതിലൂടെ തന്നെ ഓൾറെഡി ഫോൺ മാറിപ്പോയിട്ടുണ്ടെന്ന് നമ്മളെ കാണിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. ഇതുകൂടാതെ ഈ ലേഡി കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്, സാർ ഒരു അബദ്ധം പറ്റി, അത് അരുണിന്റെ ഫോണല്ല, തട്ടമിട്ട പെൺകുട്ടിയുടേതാണെന്നാണ്. സോ ഇവർ ഈ കാര്യവും വ്യക്തമാക്കുന്നതിന് മുന്നേ അത് അരുണിന്റെ അല്ല, മറിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയുടേതാണെന്നും നമ്മളെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പോലീസ് ഓഫീസർ പരിശോധിക്കുമ്പോൾ അതിൽ ഇമെയിൽ ID ആയി കൊടുത്തിരിക്കുന്നത് കളർ ഹിജാബ് എന്നാണ്. സോ ഇതിലൂടെ തന്നെ അത് അരുണിന്റെ അല്ല, പകരം ഒരു മുസ്ലിം പെൺകുട്ടിയുടേതാണ്, ഹിജാബ് എല്ലാം ധരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടേതാണ് എന്നുകൂടി സംവിധായകൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഇതിലൂടെയെല്ലാം ഡോക്ടറെ സംശയിക്കുന്ന സന്ദീപ് ആ ഡോക്ടർ കഥാപാത്രത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് സിദ്ദീഖിന്റെ ആ കഥാപാത്രം കുറച്ച് പുസ്തകങ്ങൾ അടുക്കിക്കൊണ്ടിരിക്കുകയും ബിടെക് എന്ന സ്ഥാപനത്തെപ്പറ്റി സന്ദീപ് പറയുകയും പെട്ടെന്ന് ആ പുസ്തകങ്ങൾ സിദ്ദീഖിന്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴുകയും അതിലൊരു പുസ്തകം എടുത്തുകൊണ്ട് സന്ദീപ് ആ പുസ്തകത്തിന്റെ പേര് വായിക്കുന്നുണ്ട്. ദി അൺടോൾഡ് ട്രൂത്ത് അബൌട്ട് പെയിൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേരായി പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം തന്നെ ഇവിടെ കാണിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത് ഹൗ ടു ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ എന്നാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു മോട്ടിവേഷൻ പോലെയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. സോ സിനിമയുടെ കഥ എന്താണ്? ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പലരും അവർക്ക് സംഭവിച്ചിട്ടുള്ള വിഷമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട്, ആ വേദനകളെല്ലാം മറികടന്നുകൊണ്ട് പൊരുതുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് തന്നെ ഈ ഒരു സീനിൽ സംവിധായകൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഡോക്ടർ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാരനോട് വിശദീകരിക്കുകയും അതിലൂടെ അവർക്ക് സംഭവിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും പെട്ടെന്ന് ഫ്ലാഷ് ബാക്കിലൂടെ നമ്മളെ കാണിച്ചു പോകുന്നുണ്ട്. ഈ സമയം അവിടെയുള്ള എല്ലാവർക്കും വന്നിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെ കാണിക്കുകയും അല്ലെങ്കിൽ എല്ലാവരുടെയും ചികിത്സാ രീതികളും വിശദീകരിച്ച് നമ്മളെ കാണിക്കുന്നില്ല, പകരം പല കാര്യങ്ങളും ഓടിച്ചോടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭീഷ് എന്ന കഥാപാത്രത്തിന് എന്താണ് സംഭവിച്ചത്, എന്തുതരം ചികിത്സകളാണ് അയാൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ലെങ്കിൽ കൂടി ഈ കഥാപാത്രത്തെ ചികിത്സിക്കുന്നതായി കാണിക്കുന്ന ഒരു സീനിൽ അവരുടെ മുന്നിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നതായും അതിൽ സൈക്കിൾ ചവിട്ടുന്നത് ജോയിന്റ് പെയിനിന് നല്ലതാണ് എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിന് സന്ധികളിലും മറ്റും വേദനകൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ തുടക്കത്തിൽ കാണിച്ചപ്പോൾ അയാൾ ലേറ്റ് ആയിട്ടാണെങ്കിലും സൈക്കിളിൽ തന്നെ വരുന്നതായി കാണിച്ചതെന്നും മനസ്സിലാക്കാം. അങ്ങനെ ഡോക്ടറിൽ നിന്നും പോലീസുകാരൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് അവിടെയുള്ള ലോഗിൻ മെഷീനെ പറ്റിയും മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഈ പോലീസുകാരൻ വൈകിയാണ്, രാത്രിയിലാണ് അങ്ങോട്ടേക്ക് വരുന്നതായി കാണിക്കുന്നത്. സോ ആ സമയം ഈ പോലീസുകാരൻ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ അതിലെ ആ ലോഗിൻ മെഷീനിൽ ഓവർ ടൈം എന്ന് കൊടുത്തിരുന്നുകൊണ്ട് ആ ഒരു സമയത്തിന്റെ കാര്യവും ഇവരുടെ വർക്കിംഗ് ടൈമിന്റെ കാര്യങ്ങൾ പോലും ആ ലോഗിൻ മെഷീൻ കൃത്യമായി കാണിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ പോലീസുകാരൻ ഓഫീസിനകത്തേക്ക് കയറുകയും ആ സമയം അത്രയും നാൾ അവർ മറച്ചു വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഈ പോലീസുകാരന്റെ മുന്നിൽ അവർ വ്യക്തമാക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. അതായത് ആ തട്ടമിട്ടുകൊണ്ടിരുന്ന പെൺകുട്ടി, അത്രയും നാൾ കുഴിഞ്ഞുപോയ മുടിയൊന്നും കാണാത്ത വിധം സൂക്ഷിച്ച് തട്ടമിട്ടുകൊണ്ടിരുന്ന പെൺകുട്ടി അത് അവിടെ നിന്നും അഴിച്ച് തിരിച്ചിടുന്ന സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ കയ്യിലെ നഖങ്ങളിൽ കേടുവന്ന് അത് മറച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അത് അഴിച്ചു വെച്ച് കയ്യിലെ കുഴിഞ്ഞ നഖങ്ങളെല്ലാം വ്യക്തമാക്കി ഈ പോലീസുകാരന്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന പെൺകുട്ടിയും അത് പോലീസുകാരന്റെ കൺമുന്നിലേക്ക് ഒരു നിമിഷം കാണിക്കുകയും മറക്കുകയുമാണ് ചെയ്യുന്നത്. സോ ഇത് പോലീസുകാരൻ വന്നപ്പോൾ അബദ്ധത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പകരം എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ സിദ്ദീഖിന്റെ ഡോക്ടർ കഥാപാത്രം പോലീസുകാരൻ തിരിച്ചു പോയ ശേഷം ഇവരെ ഫോൺ ചെയ്തുകൊണ്ട് പോലീസുകാരൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അവനോട് നിങ്ങളെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസ്ഥകൾ കാണിച്ച് സിമ്പതി പിടിച്ചുപറ്റാൻ പറയുകയോ അതല്ലെങ്കിൽ ഇവർ തന്നെ തീരുമാനിക്കുകയും പോലീസുകാരൻ പോയിരിക്കുന്നത് ഡോക്ടറിന്റെ അടുത്തേക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മളെപ്പറ്റി കാര്യങ്ങൾ അറിയും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സിമ്പതി പിടിച്ചു പറ്റേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയോ ചെയ്തുകൊണ്ട്, അതായത് ആ ഉറക്കഗുളിയുടെയും മറ്റും കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ഇവർ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് തങ്ങളുടെ അവസ്ഥ കാണിച്ച് പോലീസുകാരനെ കാണിച്ച് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പോലീസുകാരൻ കയറി വരുന്ന സമയത്ത് ഇതെല്ലാം വ്യക്തമാക്കി അയാളെ കാണിക്കുന്നതാകാം. കാരണം ഇയാൾ അവിടെ ഇല്ലെങ്കിൽ പോലും മറ്റുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. സോ ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള പോലീസുകാർ കാണേണ്ടതാണ്. അതുകൊണ്ട് അബദ്ധത്തിൽ ചെയ്തതാണ് സാധ്യതയില്ല, പകരം സിമ്പതി പിടിച്ചു പറ്റുന്ന വിധത്തിൽ തന്നെ ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നീട് ഇവരെല്ലാം വെറുതെ വിട്ടതിനു ശേഷം വീട്ടിൽ ചെല്ലുന്ന പോലീസുകാരൻ ഇതെങ്ങനെയായിരിക്കും ഇവർ നടത്തിയത് എന്ന് ആലോചിക്കുകയും പെട്ടെന്ന് ഒരു പാറ്റയെ കുറെ ഉറുമ്പുകൾ എടുത്തുകൊണ്ട് പോകുന്നത് കാണുകയും അതിലൂടെ ഇയാൾക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഉറുമ്പിന് ഒരിക്കലും അത്രയും വലിയ പാറ്റയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഉറുമ്പുകളെല്ലാം കൂട്ടം ചേർന്നുകൊണ്ട് അവരുടെ മുന്നിൽ അത്രയും വലുതായിട്ടുള്ള ജീവിയെ അവർ നിസാരമായി എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുപോലെ ജോൺ എന്ന ആ ഒരു വില്ലൻ കഥാപാത്രത്തെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ കഥാപാത്രത്തെ ഒറ്റയ്ക്ക് നിന്നാൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നി ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കാം ഇവർ അത് ചെയ്തത് എന്നുള്ള ഒരു ഐഡിയയാണ് പോലീസുകാരന് കിട്ടിയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഗോളം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.